സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടാവാനും അതുവഴി നമുക്ക് എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യത്തോടു കൂടി ജീവിക്കാനും വേണ്ടിയിട്ടാണ്. എന്നാൽ പലപ്പോഴും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ എല്ലാവരെയും തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഒരു ദീപം എങ്ങനെയാണ് തെളിയിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ടത്. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും തന്നെ അധ്വാനിക്കുന്നത് ധനവരവ് ഉണ്ടാകാനാണ്, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാനും അതുവഴി നമുക്ക് എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യത്തോടു കൂടി ജീവിക്കാനും വേണ്ടിയിട്ടാണ്. എന്നാൽ പലപ്പോഴും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ എല്ലാവരെയും തന്നെ ഏറ്റവും കൂടുതലായിട്ട് അലട്ടുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതി ഉണ്ടാവാനും ധനവരവ് ഉണ്ടാകാനുമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത്. മുന്നേയും ഒരുപാട് വീഡിയോസിൽ ഞാൻ പച്ചക്കർപ്പൂരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏതൊരാൾക്കും വീട്ടില് ധനത്തെ ആകർഷിക്കാനായിട്ട് തെളിയിക്കാൻ സാധിക്കുന്ന പച്ചക്കർപ്പൂര ദീപത്തെ കുറിച്ചാണ്. 100% ഉറപ്പായിട്ടും ഈ ഒരു ദീപം നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാകും, സാമ്പത്തിക ഭദ്രത ഇരട്ടിക്കും എന്നുള്ളതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം ലഭിച്ചിരിക്കും. എന്നാൽ ഇത് വെറുതെ തെളിയിക്കാനായിട്ട് സാധിക്കില്ല. ഇത് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പാലിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടില് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പച്ചക്കർപ്പൂര ദീപം എങ്ങനെയാണ് തെളിയിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത്. പച്ചക്കർപ്പൂരത്തിൽ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യമുള്ളിടത്ത് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഉണ്ടാകും. അതുവഴി നമുക്ക് ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവുകയും ധനവരവുണ്ടാവുകയും നമ്മുടെ വീട്ടിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യം കുടികൊള്ളുകയും ചെയ്യും. അപ്പൊ ഞാൻ എപ്പോഴും പച്ചക്കർപ്പൂരത്തിന്റെ വീഡിയോ ഇടുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട്, സാധാരണ കർപ്പൂരം തന്നെയല്ലേ അത് എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, സാധാരണ നമ്മൾ ആരതിയൊക്കെ ഒഴിയാനായിട്ട് എടുക്കുന്ന കർപ്പൂരവും പച്ചക്കർപ്പൂരവും രണ്ടും രണ്ടാണ്. നമുക്ക് ഈ ഒരു പച്ചക്കർപ്പൂരം അങ്ങാടി കടകളിലും അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോഴ്സിലും ഒക്കെ വാങ്ങിക്കാനായിട്ട് ലഭിക്കും. ഈ ഒരു പച്ചക്കർപ്പൂരം നമുക്ക് ഒരുപാട് രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ ഐശ്വര്യവരവുണ്ടാവാനായിട്ട് ധനവരവുണ്ടാവാനായിട്ടൊക്കെയും പല രീതിയിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. പക്ഷെ വളരെ ചെറിയ അളവിൽ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാം. നമ്മൾ പച്ചക്കർപ്പൂരം കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യത്തിനായിട്ട് പച്ചക്കർപ്പൂരം യൂസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴാം, തറയിലേക്ക് വീഴാം. എന്നാൽ ഇങ്ങനെ പച്ചക്കർപ്പൂരം തറയിലേക്ക് വീണ് കഴിഞ്ഞാൽ അതൊരു കാരണവശാലും ചവിട്ടാനായിട്ട് പാടില്ല. പച്ചക്കർപ്പൂരം ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ചൂലുപയോഗിച്ച് അടിച്ചു വാരാനും പാടില്ല. ചില സമയത്ത് നമ്മൾ പൊടിക്കുന്നയൊക്കെ സമയത്ത് ഇത് പൊടിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പൊടിയൊക്കെ തറയിൽ വീഴാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈ ഉപയോഗിച്ച് അല്ലെങ്കിൽ നല്ലൊരു തുണി ഉപയോഗിച്ച് വേണം അത് വൃത്തിയാക്കി എടുക്കാനായിട്ട്. അല്ലാതെ ഒരു കാരണവശാലും ചൂലുപയോഗിച്ച് അടിച്ചു വാരി എടുക്കാനായിട്ട് പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ധനനഷ്ടം ഉണ്ടാവാൻ ഇത് കാരണമായി തീരും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈശ്വര വിഗ്രഹങ്ങൾ തുടയ്ക്കാനായാലും ഈശ്വരന്റെ ഫോട്ടോസ് തുടയ്ക്കാനായാലും ഒക്കെ പച്ചക്കർപ്പൂരം ചാലിച്ച വെള്ളത്തിൽ തുടയ്ക്കുന്നത് വളരെ നല്ലതാണ്.
ആ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നിലനിർത്താൻ ഇങ്ങനെ തുടയ്ക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. പൂജാ റൂമിലായാലും തുടയ്ക്കുന്ന സമയത്ത് ഒരല്പം പച്ചക്കർപ്പൂരം ചേർക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഈ ഒരു പച്ചക്കർപ്പൂരത്തിന് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതോടൊപ്പം തന്നെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ആ ഒരു പൂജാമുറിയിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഇത് തുടയ്ക്കാനായിട്ട് പച്ചക്കർപ്പൂരം ചാലിച്ച വെള്ളം എടുക്കുന്നു. തുടച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം വേസ്റ്റ് കളയുന്നത് പോലെ കളയാനായിട്ട് പാടില്ല. ആ വെള്ളം നമ്മൾ ഒരു കാരണവശാലും അഴുക്കുചാലിൽ ഒഴുക്കി കളയാനോ അല്ലെങ്കിൽ ആരെങ്കിലും ചവിട്ടുന്ന സ്ഥലത്ത് മറിച്ച് കളയാനോ ഒന്നും പാടില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് മരത്തിന്റെ കുണ്ടയുടെ ഭാഗത്തൊക്കെ ഒഴിച്ചു കളയാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഒഴിക്കാം. അതല്ലാതെ ചവിട്ടുന്ന സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും ഇത് ഒഴിക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും പുലാവാലായ്മയുള്ള സമയത്തോ അല്ലെങ്കിൽ സ്ത്രീകള് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തോ ഒന്നും തന്നെ ഈ ഒരു പച്ചക്കർപ്പൂരം ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, മഹാവിഷ്ണുവിന്റെ സാന്നിധ്യമുള്ള ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി അടുത്തതായിട്ട് ധനവരവുണ്ടാകുന്നതിനും നമ്മുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നതിനും ഈ ഒരു പച്ചക്കർപ്പൂര ദീപം എങ്ങനെയാണ് തെളിയിക്കേണ്ടത് എന്ന് നോക്കാം. ഈ ഒരു കാര്യത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി തങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ആ വീട്ടിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ആ വീട്ടിലുള്ള ഓരോരുത്തർക്കും ആ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. മനോവിഷമം അനുഭവിക്കുന്ന ആൾക്കാര്, ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുന്നവര്, അവർക്കൊക്കെയും തന്നെ ഒരു പരിഹാരം എന്നോണം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദീപം നിങ്ങൾ തെളിയിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ, അതിനൊക്കെ ഒരു ദിവസം കൊണ്ട് മാറ്റം വരുമെന്നല്ല, വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരുന്നു കൊണ്ട് പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുക എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, എത്രയൊക്കെ അധ്വാനിച്ചിട്ടും കയ്യിൽ പണം നിൽക്കുന്നില്ല, അല്ലെങ്കിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. അതിൻ്റെയൊക്കെ കാരണം നെഗറ്റീവ് എനർജിയാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരുന്നതും അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രമായിട്ട് നമ്മുടെ ജീവിതം മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വീട്ടിൽ നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതില്ലാതാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുന്നത്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് വെള്ളിയാഴ്ച ദിവസമാണ് ഈ ഒരു ദീപം തെളിയിക്കേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത സമയത്ത് തെളിയിക്കാം. എന്താണ് ബ്രഹ്മമുഹൂർത്ത സമയം? ഒരു രാവിലെ 4 മണിക്കും 5:20 ഇടയിലുള്ള ഒരു സമയത്ത് സാധിക്കുന്നവര് ആ ഒരു സമയത്താണ് ഈ ഒരു പച്ചക്കർപ്പൂര ദീപം തെളിയിക്കേണ്ടത്. ഇനി അങ്ങനെ സാധിക്കാത്തവർക്ക് ആ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ഈ ഒരു ദീപം തെളിയിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പച്ചക്കർപ്പൂര ദീപവും തെളിയിക്കാം. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ദിവസവും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ നിലവിളക്കിലേക്ക് ഒരല്പം, നിലവിളക്കിലെ എണ്ണയിലേക്ക് ഒരല്പം പച്ചക്കർപ്പൂരം പൊടിച്ചു ചേർക്കുന്നത് വളരെ ഉത്തമമാണ്. ഇനി അതിന് സാധിക്കാത്തവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു പച്ചക്കർപ്പൂര ദീപമായിട്ട് തന്നെ തെളിയിക്കാം. ഇതിനായിട്ട് നമുക്കൊരു മൺചിരാതാണ് വേണ്ടത്. മൺചിരാതിൽ തെളിയിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത്. മൺചിരാതിൽ എണ്ണയൊഴിച്ച് അതിലേക്ക് പച്ചക്കർപ്പൂരം പൊടിച്ചു ചേർക്കണം. ശേഷം നമുക്കതിൽ തിരിയിട്ട് വടക്കോട്ട് ദർശനമായിട്ട് വരുന്ന രീതിയിൽ അത് തെളിയിക്കണം. നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് തെളിയിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആ ഒരു മൺചിരാതിൽ എണ്ണയൊഴിക്കുക, അതിലേക്ക് ഒരല്പം പച്ചക്കർപ്പൂരം പൊടിച്ചു ചേർക്കുക. ശേഷം വടക്കോട്ട് തിരിയിട്ട്, വടക്കോട്ട് ദർശനമായിട്ട് നിൽക്കുന്ന രീതിയിൽ തിരി തെളിയിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ തിരി തെളിയിച്ച ശേഷം നിങ്ങൾ ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല തടസ്സങ്ങളും ഇല്ലാതാക്കി ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ശക്തി തരാൻ ഭഗവാനോടാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. ശേഷം വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക. ശേഷം മഹാലക്ഷ്മി ദേവിയോട് നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പറയുക.
ഈ ഒരു ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 30 മിനിറ്റെങ്കിലും ഈ ഒരു ദീപം തെളിയാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മൺചിരാത് നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. തീരെ ചെറുതായി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു 30 മിനിറ്റോളം അത് തെളിയില്ലല്ലോ. അപ്പോൾ ഒരു 30 മിനിറ്റെങ്കിലും അത് തെളിയാനായിട്ട് അനുവദിക്കുക. അതുപോലെ തന്നെ ഒരു കാരണവശാലും കരിന്തിരി കത്താനായിട്ട് അനുവദിക്കരുത്. നമ്മൾ തന്നെ ആ ഒരു 30 മിനിറ്റ് കഴിഞ്ഞാൽ ആ ഒരു എണ്ണ തീരാനാവുന്ന സമയത്ത് ഒരു പൂവ് ഉപയോഗിച്ച് അത് അണയ്ക്കാവുന്നതാണ്. ഒരു കാരണവശാലും ഊതി അണയ്ക്കരുത്. ഈ ഒരു കാര്യം നിങ്ങൾ ഒരു മാസം, അതായത് ഒരു മാസത്തിൽ ഏകദേശം 4 വെള്ളിയാഴ്ചകൾ വരും അല്ലെ. അപ്പോൾ ഈ ഒരു 4 വെള്ളിയാഴ്ചകൾ തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഒരു ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു ആഴ്ച നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യവശാൽ മുടങ്ങി പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പിറ്റേ വെള്ളിയാഴ്ച മുതൽ നിങ്ങൾക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി വീട്ടിൽ ഒരാൾ മാത്രമേ ഇത് തെളിയിക്കാവൂ എന്നൊന്നുമില്ല. വീട്ടിൽ ആർക്കാണോ സാധിക്കുന്നത് അവർക്ക് തെളിയിക്കാവുന്നതാണ്. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ദുഃഖദുരിതങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇവയൊക്കെ നേരിടുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, എപ്പോഴും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദീപം നിങ്ങൾ തെളിയിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.